സോഴ്സിങ് ലിങ്ക് എടുക്കുക, അതിൻ്റെ ഫയലിൽ ന്യൂ എടുത്ത് പുതിയ മോഡൽ തുടങ്ങും. ഇതിലിപ്പോൾ നമുക്ക് കുറേ ബൂസ്റ്റർ മോട്ടറിന് ആദ്യം DC സോഴ്സ് വേണം. DC ഇലക്ട്രിക്കൽ സോഴ്സിൽ ഉണ്ടാവും, അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇടാം. പിന്നെ ശേഷം ഇൻഡക്ടർ ആണെങ്കിൽ ഇതിൽ RLC എന്ന് പറഞ്ഞിട്ടുണ്ടാവും. RLC കമ്പോണന്റ് അതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് RL ആക്കാൻ പറ്റും. അപ്പോൾ അതിലെ എലമെൻസിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അതിങ്ങനെ നോക്കാൻ നല്ലത്. അപ്പോൾ ഏതൊക്കെയാണ് പേരുള്ള അടിക്കണം, കറക്റ്റായിട്ട് അറിയണം, എന്നാലും അടിക്കണം. അപ്പോൾ സീരീസ് RLC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതായി. പിന്നെ RLC, പിന്നെ പൾസ് ജനറേറ്റർ നമുക്ക് PWM കൊടുക്കാൻ വേണ്ടിയിട്ട് പൾസിനടിക്ക് പൾസ് ജനറേറ്റർ ഉണ്ട്. അപ്പോൾ കൊടുത്ത് പിന്നെ ഔട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ടേജ് മെഷർമെൻറ്റ് പോകും. വോൾട്ടേജ് അടിച്ചാൽ മതി. ഇലക്ട്രോണിക് വർക്ക് അറിയില്ല, ഞാൻ വീട്ടിലെ വോൾട്ടേജ് മെഷർ. പിന്നെ ഇത് വോൾട്ടേജ് മെഷർ ചെയ്യണം. അപ്പോൾ ഇത് ഇതിൻ്റെ ഡാറ്റ ആണെങ്കിൽ സ്കോപ്പ് എടുക്കണം. ആ സ്കോപ്പിന് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്കോപ്പിൽ ഞാൻ ഗ്രാഫ് ആയിട്ട് കാണാം. നമ്മളൊരു CRO കാണും. സ്കോപ്പ് മതിയാവും. പിന്നെ നമ്മൾ പിന്നെ സിമുലേഷൻ ആദ്യം ഇത് ഇൻഡക്ടറാണ്. ഇൻഡക്ടർ, ഒരു കപ്പാസിറ്റർ, ഒരു ലോഡ്, പിന്നെ ഒരു ഡയോഡ് ഉണ്ട്. ഡയോഡിൻ്റെ പേരൊന്നും ഇതിലില്ല. അത് PS സ്പൈസ് എന്ന് പറഞ്ഞ സാധനത്തിലുണ്ടെന്നുണ്ട്. അങ്ങനെ സ്പെസിഫിക് ഓരോ കമ്പനിയുടെ. പക്ഷെ അത് ആ കമ്പനിയിൽ തന്നെ യൂസ് ചെയ്തില്ലെങ്കിൽ ഇതിൽ ഐഡിയൽ ഡയോഡ് മാത്രം മെയിനായിട്ട് പോകും. പിന്നെ പക്ഷേ നമുക്ക് ഈ ഡയോഡിൻ്റെ കേര മാറ്റാൻ പറ്റും. തുറക്കാൻ ഫോർവേഡ് വോൾട്ടേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക മാറ്റണമെങ്കിൽ അങ്ങനത്തെ ഡയോഡുള്ളൂ യൂണിക്സിനുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് 6L ലോഡാക്കാൻ വേണ്ടിയിട്ട് MPPT എന്ന് പറഞ്ഞാൽ MPPT എന്ന് പറഞ്ഞാൽ ഏത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഇതിൽ RLC ലോഡ് എടുത്തോളാം. ബ്രാഞ്ച് എടുത്ത് ബ്രാഞ്ച് ഇതിൽ എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം എത്ര അതിന് വാല്യൂ ഇൻഡക്ടൻസ് കാര്യം കൊടുക്കും. വണ്ണം വെച്ചാൽ വണ്ണം വെച്ച് കൊടുക്കും. എല്ലാം ഇത് കണക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഓടിച്ച് ഒന്നെങ്കിൽ ഓടിച്ച് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. അല്ലെങ്കിൽ അത് ജസ്റ്റ് കണക്ട് ചെയ്യണത് ബ്ലോക്ക് ഓടിച്ച് വെച്ചിട്ട് കണക്ട് ചെയ്ത് വരാറുണ്ട്. പിന്നെ RI പിന്നെ മോസ്ഫെറ്റ് ആണ്. എല്ലാതും സിംസ്കേപ്പിൽ തന്നെ സിം പവർ സിസ്റ്റത്തിൽ നിന്ന് തന്നെ എടുത്തോളാം. അപ്പോൾ ഇതെടുത്ത് വർക്കില്ല, അത് വേറെ ബ്ലോക്കിൽ കണക്ട് ചെയ്യാൻ വേറെ സാധനം വേണം. വേറെ അതില്ല, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്.
സിം ഇലക്ട്രോണിക്സിൽ വരണേ. അതെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്യില്ല. നമ്മൾ സിംസ്കേപ്പിൽ നിന്ന് എടുക്കണം. സിംസ്കേപ്പ് ആ പിന്നെ ജനറലുള്ള സാധനങ്ങൾ സ്കോപ്പ് സാധനങ്ങളൊക്കെ അത് ഈ സിം ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാവരും വർക്ക് ചെയ്യും. ആ പക്ഷേ ബാക്കിയുള്ള ബ്ലോക്കിലൊന്നും വർക്ക് ചെയ്യില്ല. ഇതിൽ വർക്ക് ചെയ്യില്ല. റൊട്ടേറ്റ് കൺട്രോളർ അടിച്ചേക്കാം. കപ്പാസിറ്റി എത്ര വിലയാണെന്ന് കഴിഞ്ഞാൽ അതേ ഇതിലാണെങ്കിൽ കൊടുക്കാം. ഇവിടെ ഈ -6 കൊടുത്തില്ലേ, അത് പറഞ്ഞാൽ 10⁻⁻6 അപ്പോൾ 10⁻⁻6 ആണ് മൈക്രോഫോൺ. ആ മില്യൺ 3 ആക്കി. ഇതിൽ ലൂഡ് കൊടുക്കും. 6 ലോഡാക്കി കഴിഞ്ഞാൽ ലൂഡ് എന്നിട്ട് ലൂഡ് കൊടുക്കും. ബാറ്ററി വോൾട്ടേജ് എത്ര കൊടുക്കുക? 100 100 ഇതിൻ്റെ റിസൾട്ട് ഏകദേശം കറക്റ്റ് അവർക്ക് ഇത് ഔട്ട്ഡോറിൽ മെഷർ ചെയ്യാം. പിന്നെ അത് കാണണമെങ്കിൽ സ്കോപ്പിൽ കണക്ട് ചെയ്യാം. പിന്നെ പൾസ് മീറ്റർ വീടുകളിൽ ഫ്രീക്വൻസി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പീരീഡ് കൊടുക്കുക, ഫ്രീക്വൻസി കൊടുക്കുക. ഫ്രീക്വൻസി കൊടുക്കുക വെച്ചാൽ 1/1/, ഫ്രീക്വൻസി പീരീഡ് ഇല്ല. 1/30 കിലോട്സ് കഴിഞ്ഞാൽ 30. പിന്നെ അതിൻ്റെ പൾസ് എടുത്ത് എത്ര വിട്ടാണ് പൾസ് കണക്ക് അത് ക്ലോസ് ലൂപ്പിൽ മാറും. ഇത് ഓപ്പൺ ലൂപ്പിൽ ചെയ്യണം. കഴിഞ്ഞു. പിന്നെ സാധനം കിട്ടാൻ അവിടെ കുറച്ചുള്ള പവർ GI എന്ന് പറഞ്ഞ സാധനം. സിമുലേഷൻ ഇതിന് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അതിൽ കൊണ്ടുവരണം. ആ ഇതെല്ലാം അതിനും വേണം. വെറുതെ ബ്ലോക്ക് കണക്ട്. ആ ഇനിയിപ്പോൾ ഇത് എത്ര ടൈമാണ് സിമുലേഷൻ നടത്തുന്നത് ചെയ്യാൻ പോകുക? 1 ഇത് ഇതിൻ്റെ സിമുലേഷൻ ആക്കുന്നത് ഇത്ര ചെറിയ ടൈമിലാണല്ലോ, ഇൻ്റർവെല്ലിലാണല്ലോ. ആ ഇൻ്റർവെല്ലിൽ കൊടുക്കാനുള്ള സാധനമാണ് ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺഫിഗർ പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമുലേഷൻ കണ്ടിന്യൂസ് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഷെഡ്യൂൾ കിട്ടും. പക്ഷേ ഈ കണ്ടിന്യൂസ് അടിച്ച് ഞങ്ങൾക്ക് വളരെ പിടിക്കും സിമുലേഷൻ വരാൻ. അങ്ങനെ കണ്ടിന്യൂസ് ഇട്ട് ഇവിടെ ആദ്യം ഫസ്റ്റ് ഗ്രീൻ ഇവിടെ വരെ വരും. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കാണിക്കും. ഗ്രീൻ ഫുള്ളായി പിന്നെ സിമുലേഷൻ നടക്കണം. ഒരു സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തു.
സ്കോപ്പ്. അപ്പോൾ ഇതിൽ കാണാൻ ആദ്യം ഓട്ടോസൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് എവിടെയാണെന്ന് വെച്ചാൽ വരാൻ വേണ്ടിയിട്ട്. ഇതിൽ പിന്നെ സ്കോപ്പിൽ ഇതിപ്പോൾ ചെറിയൊരു ഇൻ്റർവെല്ലിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതാ അതിനെ ഇൻ്റർവെല്ലിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്കോപ്പിൽ കുറച്ച് പോയിന്റുകൾ മാത്രം പ്ലോട്ട് ചെയ്യാനുള്ളത് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. അവിടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5000 പോയിന്റ്സ് മാത്രമേ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ടിക്ക് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിനോട്ട് വരും. പക്ഷെ നമ്മൾ അതിനോട്ട് സിമുലേറ്റ് ചെയ്ത് തരും. സിമുലേറ്റ് ചെയ്യണമെന്നില്ല. ഇടയ്ക്ക് നിർത്തുന്ന സ്റ്റോപ്പ് പിടിച്ചാൽ മതി. ഗവർണറിൻ്റെ കൊടുത്ത 28 വോൾട്ടേജ് വെരി ഗുഡ്. ഇത് പിന്നെ എൻ്റെ റിപ്പിളാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ചെയ്യും. അത് ഇത്ര സിംഗ് റിപ്പിള്. പിന്നെ ഇത് മൊത്തം സ്വിമ്മിങ്ങാണ്. നമുക്കൊരു സെക്ഷൻ മാത്രം സ്വിമ്മിങ് വേണ്ടിയിട്ട്. പിന്നെ ഹോറിസോണ്ടൽ മറ്റൊരു സ്വിമ്മിങ് വേറുണ്ട്. അതിനാണെങ്കിൽ ചെയ്യാം. പിന്നെ വളരെ ചെറിയ റിപ്പോർട്ടുകളോ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സ്ലോ ആണ്.